സംസ്ഥാനത്തെ പാചകവാതക പ്രതിസന്ധി ജയിലുകളെയും ബാധിച്ചു തുടങ്ങി. ജയിലിലെ ഫ്രീഡം ഫുഡ് ഉൽപാദനം പകുതിയായി കുറച്ചു. ചിക്കൻ വിഭവങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. അനിരു അശോകൻ ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അനിരു, പാചകവാതക പ്രതിസന്ധി എല്ലാ മേഖലയും ഒരുപോലെ ബാധിക്കുന്നു. അതിപ്പോൾ ജയിലിലെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ജയിലിൽ നിന്നുമുള്ള ഭക്ഷണത്തിനൊക്കെ വലിയ ഡിമാൻഡാണ് പുറത്ത്. അതിലൊക്കെ ഇപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ജയിലുകളെ ഇത് ബാധിക്കുന്നത്? സ്വാതി, ജയിലുകളിലെ സംബന്ധിച്ച് അവിടെ നിന്നുള്ള ഭക്ഷണങ്ങൾക്ക് ഈ ഫ്രീഡം ഫുഡ്സിന് ഭയങ്കര ഡിമാൻഡാണ്. നമ്മുടെ പൊതുസമൂഹത്തിൽ വലിയ ആൾക്കാരാണ് ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ ഈ ഫുഡിനായി കാത്തിരിക്കുന്നത്. വളരെ തുച്ഛമായ തുകയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കിട്ടുന്നു എന്നുള്ളതാണ് ഫ്രീഡം ഫുഡ്സിൻ്റെ മേന്മ. പക്ഷേ നിലവിലെ നമ്മുടെ പാചകവാതക പ്രതിസന്ധിയിൽ വലിയൊരു ഇടിവ് തന്നെയാണ് ഈ ഫ്രീഡം ഫുഡ്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വലിയ ക്ഷാമമാണ് ഇപ്പോൾ. അതായത് ഏകദേശം 2 ലക്ഷം രൂപയോളം വിറ്റുവരവുണ്ടായിരുന്നത് ഇപ്പോൾ 1 ലക്ഷം രൂപയിലേക്ക് താഴ്ന്നു എന്നുള്ളതാണ് ഇപ്പോൾ ജയിൽ അധികൃതർ പറയുന്നത്. ഈ പറയുന്ന പ്രൊഡക്ഷൻ വളരെയധികം കുറച്ചു. അതുപോലെ തന്നെ ചിക്കൻ വിഭവങ്ങൾ വളരെയധികം കുറച്ചിരിക്കുന്നു. കൂടാതെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പലയിടങ്ങളിലും ഇപ്പോൾ ഗ്യാസ് മോഷ്ടിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അടുത്തിടെ ചാലയിൽ നിന്ന് അത്തരമൊരു ഗ്യാസ് മോഷണം സംബന്ധിച്ച് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്വാതി, ശരി അനിരു, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഗ്യാസ് സിലിണ്ടറിനൊക്കെയാണ്. ഇപ്പോൾ ജയിലിൽ പോലും അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ തരത്തിലുള്ള പ്രതിസന്ധി. ജനങ്ങളെല്ലാം വലിയ രീതിയിൽ നേരിട്ട് ഇത് ബാധിക്കുന്നു. ജയിലിൽ നിന്നുള്ള ഭക്ഷണം പോലും ഇനി അതിൽ പോലും പ്രതിസന്ധി ഉണ്ടാകുന്നു. ആ വിവരങ്ങളാണ് അനിരു നൽകിയത്.